നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 72 വയസ്സുള്ള റിട്ടയർഡ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം രാവിലെ 4 മണിക്ക് ഉണർന്നു പോകുന്നു. അദ്ദേഹം സാധാരണഗതിയിൽ രാത്രി അല്പം വൈകി പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടൊരു 12 മണി അടുപ്പിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ഒരു 6 മണി വരെ അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ. ഇത് പക്ഷേ 4 മണിയാകുമ്പോൾ ഒരു ദിവസം ഉണർന്നു പോകുന്നു. ഉണർന്നതിന് ശേഷം വളരെ കഠിനമായ തലവേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. ആ തലവേദന കാരണം അദ്ദേഹം സ്വന്തം ഭാര്യയെ വിളിച്ചുണർത്തി, എനിക്ക് പറ്റുന്നില്ല, അസഹ്യമായ തലവേദന വരുന്നു, എന്തോ തലയിൽ പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ഭാര്യയും ഭയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വളരെ ശക്തമായൊരു ഛർദിയാണ്. ഈ ഛർദിക്കുന്ന സംഗതികളെല്ലാം അങ്ങ് തെറിച്ചു പോയി നമ്മുടെ ഭിത്തിയിലൊക്കെ വീഴുന്ന രീതിയിലുള്ളൊരു ഛർദിയാണ് ഉണ്ടായത്. ആ ഛർദിക്ക് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഭാര്യ മക്കളെ വിളിച്ചുണർത്തി, അവർ വരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഇതിനു മുൻപ് അങ്ങനെ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളോ ഒന്നും ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഇദ്ദേഹം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? വല്ലാത്തൊരു പരിഭ്രാന്തിയിലേക്ക് വീട്ടുകാർ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചു. ആശുപത്രിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഡോക്ടർ പരിശോധിച്ചപ്പോൾ കാണുന്ന കാര്യം, ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രക്തസമ്മർദ്ദം ഇടയ്ക്ക് ചെറുതായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു, അതിനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ കൂടുതലുണ്ടായിരുന്നു, അതിന് ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പുകവലിയോ മദ്യപാനമോ മറ്റ് ശീലക്കേടുകളൊന്നുമില്ലാത്ത ഒരു വളരെ ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചു, തലയ്ക്ക് പരുക്ക് വല്ലതും ഏറ്റിട്ടുണ്ടോ? തലയ്ക്ക് അടി കിട്ടുകയോ വീഴ്ച പറ്റുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? അപ്പം ബന്ധുക്കൾ പറഞ്ഞു, ഒരു 3 മാസത്തിന് മുൻപ് ഒരു ദിവസം രാത്രിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് തെന്നി വീണ് ബാത്റൂമിൽ വീണുപോയി. അപ്പോൾ അച്ഛൻ ഞങ്ങളെയൊക്കെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് എഴുന്നേൽപ്പിച്ചു. അന്ന് ബോധം പോയായിരുന്നോ എന്ന് ചോദിച്ചു. ബോധമൊന്നും പോയിട്ടില്ലായിരുന്നു. നിങ്ങളന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയോ എന്ന് ചോദിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയി. അന്ന് CT സ്കാൻ എടുത്ത് നോക്കി. അന്നേരം ആ CT സ്കാനിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പ്രശ്നമൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി ഒന്ന് തെന്നി വീണു, തല എവിടെയെങ്കിലും കതകിലൊന്ന് അടിച്ചു, വലിയ കുഴപ്പമൊന്നും വരില്ല. കാരണം നമ്മുടെ രക്തക്കുഴലുകൾ, തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളുടെ ഭിത്തിക്ക് നല്ല കട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ പ്രായം കൂടുമ്പോൾ, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിയുമ്പോൾ, ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയുടെ കനം കുറഞ്ഞു വരും, കട്ടി കുറഞ്ഞു വരും. അപ്പോൾ ചെറിയ തോതിൽ എവിടെയെങ്കിലും തട്ടി അല്ലെങ്കിൽ ഒന്ന് വീണു എങ്കിൽ പോലും ആ രക്തക്കുഴലുകളിൽ നിന്ന് നേരിയ തോതിൽ രക്തം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ബ്ലഡ് ഇങ്ങനെ ഊസ് ചെയ്ത് വരിക എന്ന് പറയും. അതായത് വലിയൊരു രക്തപ്രവാഹമല്ല, നേരിയ തോതിൽ ഇങ്ങനെ രക്തം വരും. ഒരു 3 മാസക്കാലം കൊണ്ട് ഇങ്ങനെ പതിയെ വന്ന രക്തം ഈ തലച്ചോറിനെ കവർ ചെയ്യുന്ന ഡ്യൂറാ മാറ്റർ എന്ന് പറഞ്ഞൊരു ആവരണമുണ്ട്. ആ ആവരണത്തിൻ്റെ താഴെ ഒരു രക്തക്കട്ട പോലെ ഫോം ചെയ്യുന്നു. എന്നിട്ട് ആ രക്തക്കട്ട തലച്ചോറിൻ്റെ പുറത്ത് സമ്മർദ്ദം ഏൽപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് തലവേദനയും ഛർദിയും അടക്കമുള്ള ലക്ഷണങ്ങൾ വരുന്നു. ഈ തലവേദനയും ഛർദിയും തലച്ചോറിനകത്തുള്ള സമ്മർദ്ദം കൂടുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. റേസ്ഡ് ഇൻട്രാക്രേനിയൽ ടെൻഷൻ എന്ന് പറയും. അത് ഒന്നുകിൽ രക്തസമ്മർദ്ദം കൂടി രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ രക്തം കട്ട പിടിച്ച് തലച്ചോറിൻ്റെ പുറത്ത് സമ്മർദ്ദം ഏൽപ്പിക്കുമ്പോഴായിരിക്കും വരുന്നത്. ഉടനടി നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കണം. സ്കാൻ എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ടും ആ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും, ആ സംഗതി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സബ്ഡ്യൂറൽ ഹെമറ്റോമ കൃത്യമായിട്ടൊരു ന്യൂറോ സർജറി വഴി പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരു ന്യൂറോ സർജൻ്റെ അടുത്തേക്ക് വിടേണ്ടതുണ്ട്. ന്യൂറോ സർജൻ ഈ തലച്ചോറിലൊരു ഓട്ട ഇട്ടതിന് ശേഷം, ഇപ്പോൾ CT സ്കാൻ വഴി കൃത്യമായിട്ട് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും. ആ ഒരു ബർഹോൾ എന്ന് പറയുന്ന ഒരു ദ്വാരം ഇട്ടിട്ട് ഈ ഹെമറ്റോമ ശസ്ത്രക്രിയ വഴി റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ പൂർണ്ണമായിട്ടും ഈ ബുദ്ധിമുട്ടുകൾ മാറി വരികയും ചെയ്യും. നന്ദി, നമസ്കാരം.